പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കേറെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. ഒരു കുടുംബത്തിന് ഇന്നലെ രാത്രി മുഴുവൻ വെളിയിലിരിക്കേണ്ടി വരുമായിരുന്നൊരു സാഹചര്യം ഒഴിവാക്കിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ്. ആ കുടുംബം മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത പണം തിരിച്ച് അടയ്ക്കാൻ ചില സാഹചര്യങ്ങളിൽ കഴിയാതെ പോയി. അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. 5 സ്ത്രീകളടക്കം 2 പെൺകുട്ടികളടക്കം 5 പേരാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തിരുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ 4.5 ലക്ഷം രൂപയും ആ കുടുംബത്തിനു വേണ്ടി ബാങ്കിൽ അടയ്ക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. പക്ഷേ അതിനുശേഷവും അല്പസമയം വൈകിയാണ് അത് തുറക്കാൻ അവർ വൈകിയത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്, ശ്രീ സുരേഷ് ഗോപി. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം ശ്രീ സുരേഷ് ഗോപി. നമസ്കാരം. നമസ്കാരം. യോഗ ദിനമാണ്. ഞങ്ങൾ അങ്ങ് യോഗ ചെയ്യുന്നതൊക്കെ കണ്ടു. ചില ആളുകൾ കമന്റ് ഇട്ടു, ഈ പ്രായത്തിലും ഇത്ര നന്നായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. എനിക്ക് ഒട്ടും വഴങ്ങുന്നില്ലായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം ഏതാണ്ട് ജൂലൈ അവസാനം ഓഗസ്റ്റോടുകൂടി ഞാൻ സ്ട്രെച്ചസ് തുടങ്ങി. അതെൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതിൻ്റെ ഷാഢ്യം പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അനുപമ, ഷീസ് ഇൻ ലണ്ടൻ നൗ. പക്ഷെ അവിടുന്ന് എന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റോ 1 മണിക്കൂർ ഇത് ചെയ്തോ എന്നൊക്കെ. ബട്ട് ആ സമയത്ത് എനിക്ക് സൂപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു. ഏതാണ്ട് ഡിസംബർ അവസാനം ജനുവരി വരെ ഞാൻ ഒറ്റക്കൊമ്പന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഒറ്റക്കൊമ്പന് വന്ന് 5-ാം ദിവസം ഡസ്റ്റ് അലർജി, എനിക്ക് ഭയങ്കരമായ പനി പിടിപെട്ട് ഇതങ്ങ് നിന്നുപോയി. പിന്നെ ഇന്ന് വരെ ചെയ്തില്ല. പിന്നെ സത്യത്തിൽ ഇന്നാണ് ആ സ്ട്രെച്ചസ് ചെയ്യുന്നത്. പക്ഷേ ദൈവാധീനം, ബോഡി ഒരുപാട് സഹകരിക്കുന്നുണ്ട് എന്നോട്. ഞാൻ ഒട്ടും ബോഡിയോട് സഹകരിക്കുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിനിമയുടെ സമയത്താണ് കുറച്ചുകൂടി ബോഡിയെക്കുറിച്ച് കോൺഷ്യസ് ആവുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് ഒക്കെ നിർത്താൻ ഈ തിരക്കിനിടയിൽ സമയമൊക്കെ കിട്ടാറുണ്ടോ ശ്രീ സുരേഷ് ഗോപി? അതെ. ഇല്ല, അന്ന് സമയം കിട്ടിയിരുന്നു. കാലത്ത് മിക്കവാറും ഡൽഹിയിൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഒരു ദിവസം ഡൽഹിയിൽ, ഒരു ദിവസം ബോംബെ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ നാഗാലാൻഡ്, മിസോറാം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, അടുത്ത ദിവസം ഗോവ, പിന്നെ പാല, തൊടുപുഴ, അവിടെ ഒരു 3 ദിവസം, അത് കഴിഞ്ഞാൽ വീണ്ടും ട്രിവാൻഡ്രം, പിന്നെ ഓരോ ദിവസം പകുതി തൃശ്ശൂരും എറണാകുളത്തും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യാൻ എനിക്ക് ഇനിയും സാധിക്കുന്നില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ കൃത്യമായി ഡയറ്റ് ഒന്നും ഫോളോ ചെയ്ത് പോകുന്ന ആളല്ല. ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം ഇരുന്ന് വളരെ ഫ്രീ ആയിട്ട് കഴിക്കുന്ന ഒരാളും കൂടിയാണ് സുരേഷ് ഗോപി, അല്ലേ? അയ്യോ, അത് പാപമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഭക്ഷണത്തെ ദൈവത്തെ പോലെ കരുതി. പക്ഷെ അളവ് വളരെ കുറവാണ്. പക്ഷെ എല്ലാം കഴിക്കും. ഓക്കെ. ഇന്ന് ഞാൻ വളരെ സന്തോഷമുണ്ട് ശ്രീ സുരേഷ് ഗോപി. ഇന്നലെ രാത്രിയിൽ ആ അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഒരുപാട് പ്രേക്ഷകർ വന്ന് അങ്ങേക്കും നമുക്കെല്ലാവർക്കും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ സമയത്ത് അങ്ങ് ഇടപെടാൻ കാണിച്ച മനസ്സിനുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ആ കുടുംബം അങ്ങേക്ക് തൊഴുകയോടുകൂടിയാണ് അമ്മ പറഞ്ഞത്, സഹായിച്ചതിൽ നന്ദി, അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ ഞങ്ങൾ പുറത്തിരിക്കേണ്ടി വരുമായിരുന്നുവെന്ന്. ഇത് ഞാൻ ഒരു സ്ഥാപനത്തെയും കുറ്റം പറയില്ല. അവർക്ക് അവരുടേതായ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അവരൊരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതാണ്. അവരൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തി. സത്യത്തിൽ ഇങ്ങനെ പണമെടുക്കാൻ ചെല്ലുന്നവരുടെ എല്ലാം ഒരു ആവശ്യം നിറവേറ്റുന്നതിനൊരു കോർപ്പസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കാണ്. അവർക്ക് ആ കോർപ്പസ് തിരിച്ചു കിട്ടിയേ പറ്റൂ. പക്ഷേ അവരുടെ പലിശകളിലൊക്കെ നല്ല നിയന്ത്രണം സർക്കാർ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പിന്നെ ഇങ്ങനെയുള്ള ഡിസ്ട്രസ് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവാൻ ഈ ഒരു കൺസോർഷ്യം എല്ലാ കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലും ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് അവരുടെ CSR ഫണ്ടിൽ നിന്നെങ്കിലും എടുത്ത് വെളിയിൽ കൂടെ, പുറകിലത്തെ ജനലിൽ കൂടെ കൊടുത്ത് അവരെ മുന്നിലൂടെ കടത്തിക്കൊണ്ടുവന്ന് ഇതങ്ങ് അടച്ച് ഒരു ജപ്തി ഒഴിവാക്കാൻ. ഇതിൻ്റെ ഞാൻ പല ജീവിത യാഥാർത്ഥ്യങ്ങളും, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അന്നൊക്കെ പറയുമ്പം വലിയ ആക്സെപ്റ്റൻസ് ആയിരുന്നു. ഇന്ന് ഞാൻ സംഖ്യയായതുകൊണ്ട് ഒട്ടനെ എന്ത് പറഞ്ഞാലും അതിന് വിമർശിക്കാൻ നിൽക്കുന്നവരാണ്. ഇങ്ങനെ ഒരു ജപ്തി ഭീഷണി കോടതിയിൽ നിന്ന് ആമിയൻ വന്ന് എൻ്റെ അച്ഛൻ്റെ ലക്ഷ്മി ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കയറി അവിടെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചെന്നൈയിലിരുന്നു കൊണ്ട് കോടതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റേ വാങ്ങാൻ ശ്രമിക്കുന്നു. ഇവിടെ അപ്പോഴത്തേക്കും ആമിയനെത്തി
ഓഫീസ് സീൽ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ്റെ മാനേജർ ബാലേന്ദ്രൻ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ബാലചന്ദ്രൻ നായർ. അദ്ദേഹം ആമിയന് ബോർഡ് കാണിച്ചു കൊടുത്തു. ഓഫീസ് അവേഴ്സ് 5 മണി വരെയാണ്, രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ. മണി 5:10 ആയിരിക്കുന്നു, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ ജോലിക്കാരനാണ്, നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഷട്ടർ ഇട്ട് പൂട്ടി താക്കോലുമായിട്ട് പോയി. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, മനഃപൂർവ്വം ചെയ്ത അവർ. അപ്പോൾ അതിൽ നിന്ന് സ്കൾക്ക് ഔട്ട് ചെയ്ത ആളാണ്. എൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബ സ്വത്ത്, എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ വെച്ച വീട്, അത് പിന്നെ പുതുക്കി പണിത് അത് ജപ്തിയാവുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വേദന എന്നൊക്കെ പറയുന്നത് ചിലപ്പം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ അവിടെ ആ സ്ത്രീകൾ അങ്ങനെ ഇരിക്കുന്നു, കുട്ടികളും പുറത്താണ്, മഴയുടെ തണുപ്പ്, ഇഴജന്തുക്കൾ, ചെറിയ പഴുതാര വരെ ഇഴഞ്ഞു കയറാവുന്നതാണ്. ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തു, അവരുടെ പാഠപുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതും വേദനയായി. ഇതിനേക്കാളൊക്കെ വലുത് ഇന്നൊരു ഡയബറ്റീസിൻ്റെ ഏതാണ്ട് എഡ്ജിന് മേലെ നിൽക്കുന്നതുകൊണ്ട് കാറിലൊക്കെ ഇരുന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരു വെപ്രാളത്തോടെയാണ് അന്വേഷിക്കുന്നത്. ആ വെപ്രാളം ഞാൻ അവരിൽ കണ്ടു. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. അക്കാര്യത്തിൽ ഒരിക്കൽ കൂടിയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവർ വന്ന് കാണുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപി അങ്ങോട്ട് പോവുകയോ ഒക്കെ ഒന്ന് ചെയ്യണം. കാര്യം അമ്മയ്ക്കും 5 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പോയി കാണും. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. അപ്പം എന്ന് ഉഷാറാവട്ടെ. തിരക്കിനിടയിൽ രാത്രി തന്നെ നമ്മുടെ പഴയ കോടീശ്വരി ഇല്ലേ, സനൂജ. സനൂജ അവിടെ രാത്രി പോയി. ഓക്കെ, അങ്ങ് പറഞ്ഞോളൂ. സനൂജ അവിടെ പോയിരുന്നു. പെണ്ണുങ്ങളുടെ ഇന്നത്തെ എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങളുണ്ടോ അതെല്ലാം സനൂജ നോക്കാവുന്ന വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഉഴമലക്കലാണ്, എനിക്ക് പരിചയമുള്ള പ്രദേശമാണ്. ഞാൻ അവിടെ പോയി അവരെ കാണും. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. സ്നേഹം ഒരിക്കൽ കൂടി അവരുടെ പേരിൽ അറിയിക്കട്ടെ. നേരിട്ട് നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ റിപ്പോർട്ടർ അവിടെ പോയിരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിലും ബോഡി ഒക്കെ ഒന്ന് നോക്കുക, ഫിറ്റ്നസ് നഷ്ടപ്പെടേണ്ട. ഈ എന്താണ് ഇപ്പോൾ ഇന്ന് തുടങ്ങിയിരിക്കുന്ന വഴക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോട്ടെ. താങ്ക് യു. ഞാൻ ഇന്ന് കയറി പിടിച്ചത് പുളിങ്കൊമ്പിലാണ്. ഇവിടെ മുതൽ ഞാനത് അങ്ങോട്ട് ഒടിയാതെ കൊണ്ടുപോകും. സന്തോഷം. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. താങ്ക്സ് എ ലോട്ട്. ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്. ആ കണ്ണീരൊപ്പാൻ ഇന്നലെ ആ സമയത്ത് വന്നു.